മമ്മൂട്ടി ഇനി ആട്ടം സംവിധായകനൊപ്പം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കണം. മമ്മൂട്ടി ഇനി ആട്ടം സംവിധായകനൊപ്പം. മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിഷുവിന്റെ അന്ന് കിട്ടിയ റിപ്പോർട്ട് അല്പം വൈകിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. തിരക്കുകൾക്കിടയിൽ പെട്ടുപോയി. അതിനാൽ ആദ്യമേ തന്നെ ക്ഷമാപണം പറയുകയാണ്. മമ്മൂട്ടി എന്ന മെഗാ താരം, മഹാനായ നടൻ, നമുക്കെല്ലാം വലിയ ആവേശമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുവാനും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കേൾക്കുവാനും. അങ്ങനെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് വന്നു കഴിഞ്ഞു. മമ്മൂട്ടി എന്ന മഹാനടികൻ ഇനി വരാനിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ 2024 ആദ്യ ഹിറ്റ് ചിത്രവും അതുപോലെ വ്യത്യസ്തമായ ഒരു ചിത്രവും ഒരുപാട് അവാർഡുകളും നിരൂപക പ്രശംസയും നേടിയെടുത്ത ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷിയുടെ ചിത്രവുമായി സഹകരിക്കാനായി ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശേഷമായിരിക്കും മമ്മൂട്ടി ആനന്ദ് ഏകാർഷി ചിത്രം ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 3 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രം കൂടിയാണ് ആട്ടം. ഈ സിനിമയുടെ സംവിധായകനും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്നുള്ള ചെറിയ റൂമറുകളൊക്കെ മുന്നേ കേട്ടിരുന്നു. എന്നാൽ ഇതിപ്പോൾ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മമ്മൂട്ടി ഡേറ്റ് നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശേഷമായിരിക്കും മമ്മൂട്ടി ആനന്ദ് ഏകർഷി ചിത്രം ആരംഭിക്കുക. ജൂൺ അവസാനത്തോടെയോ ജൂലൈ ആദ്യത്തിലോ ചിത്രീകരണം ആരംഭിക്കാനാണ് സാധ്യത. ആട്ടം പോലെ ഒരു ഓഫ് ബീറ്റ് ചിത്രം തന്നെയായിരിക്കും ആനന്ദ് ഏകർഷി മമ്മൂട്ടിയെ വെച്ച് ഒരുക്കുന്നതെന്നും സൂചനയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ചിത്രത്തിലെ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമായിരിക്കും ആനന്ദ് തന്റെ പ്രിയ നായകനായ മമ്മൂക്കയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. കാരണം ആട്ടം കണ്ട ശേഷം എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് നമുക്കറിയാവുന്നതാണ്. ആട്ടം കണ്ട ശേഷം സിനിമയുടെ സംവിധായകനും അഭിനേതാക്കളും മമ്മൂട്ടിയെ ചെന്ന് കാണുകയും മമ്മൂട്ടിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. മമ്മൂട്ടിയുടെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു ആ ടീം അംഗങ്ങൾ കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വീട്ടിൽ സ്വീകരണം ഏറ്റുവാങ്ങാനെത്തിയത്. ആട്ടം സംവിധായകൻ ആനന്ദ് ഏകർഷിയെ മമ്മൂട്ടി വളരെയധികം അന്ന് ശ്ലാഘിച്ചു, വലിയ രീതിയിൽ അഭിനന്ദിച്ചു. ഇതിനുശേഷമാണ് ഇരുവരും ഒരുമിക്കുന്നുള്ള വാർത്തകൾ അന്ന് തന്നെ വന്നു കഴിഞ്ഞത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വരുമായിരിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഈ ഒരു സിനിമ ഇതാ വരാനിരിക്കുന്നു ഈ വർഷം തന്നെ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ 2026 27 ആയിരിക്കും ചിത്രത്തിന്റെ റിലീസ് അല്ലെങ്കിൽ നിർമ്മാണം എന്നൊക്കെ കരുതിയിരുന്നവരായിരുന്നു നമ്മളെല്ലാം. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മമ്മൂട്ടി ഏപ്രിൽ അവസാനത്തോടെ കേരളത്തിൽ തന്റെ വിശ്രമ ജീവിതത്തിന് ശേഷം എത്തും. അതിനുശേഷം മഹേഷ് നാരായണൻ സിനിമ പൂർത്തിയാക്കും. അതിന് പിന്നാലെ തന്നെ ആനന്ദ് ഏകർഷി ചിത്രത്തിന് വേണ്ടി അദ്ദേഹം തന്റെ ഡേറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കൂടാതെ ഫാലിമി എന്ന ചിത്രം അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. മഞ്ജു പിള്ളയോട് പ്രത്യേകമായിട്ട് നേരിട്ട് തന്നെ വിളിച്ചുകൊണ്ട് ഫാലിമി എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും അവരുടെ അഭിനയത്തെയും കഥാപാത്രത്തെയും ആ സിനിമയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചതെന്നൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ഇപ്പോഴേ തന്നെ വൈറലായ ഒരു വിശേഷം തന്നെയാണ്. ഇപ്പോൾ ആ ചിത്രത്തിന്റെ സംവിധായകൻ നിതീഷ് സഹദേവനുമായി ഒരുമിച്ചുകൊണ്ട് ഫാലിമി ടീമിനോടൊപ്പം ഒരു സിനിമ ആനന്ദ് ഏകർഷി ചിത്രത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും മമ്മൂക്കയ്ക്ക് വരാനിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഉഗ്രൻ സിനിമകളെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. വ്യത്യസ്തതയുള്ള മമ്മൂക്ക ചിത്രങ്ങൾ നമുക്കിനി കാണാമെന്ന് നിസ്സംശയം നമുക്ക് കരുതാം. ആനന്ദ് ഏകർഷിയുടെ ചിത്രം ഒരുപക്ഷെ മമ്മൂട്ടി എന്ന താരത്തിന് ഒരുപാട് നിരൂപക പ്രശംസയും അവാർഡുകളും പുരസ്കാരങ്ങളും നേടിക്കൊടുക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ളത് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ വരുന്ന ഒരു നല്ല സിനിമ ഫാലിമി ടീമിന്റെയും ഉണ്ടാകുമെന്ന് കേൾക്കുമ്പോൾ മമ്മൂട്ടി എന്ന താരം തന്നെ തേച്ച് മിനുക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് കാണാനിരിക്കുന്നതേയുള്ളൂ. അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.